നമ്മളില്ലാത്ത തപ്പിപ്പോവാതെ ഉള്ളതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴായിരിക്കും കുട്ടികളെ കോൺഫിഡൻസ് ഒക്കെ കൂട്ടാൻ പറ്റുക. ചില പാരന്റ്സ് എഴുതാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം കംപ്ലൈന്റ്സ് ഒക്കെ പറയും. അക്കാഡമിക്സിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കിൽ എന്ന് പറയുന്ന ലേണിങ്ങിലായിരിക്കില്ല. അപ്പൊ നമ്മൾ നോൺ അക്കാഡമിക് സ്കിൽസ് എന്താന്നൊക്കെ ഉള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഒരു കുട്ടി എനിക്കൊരു കഴിവില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ തോട്ടാണ് ഏറ്റവും ഹാർംഫുൾ ആയിട്ടുള്ളത്. ശരിക്കും കുട്ടികൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവരുടെ ഇൻട്രസ്റ്റ് ഏതാണെന്ന് അവർ കണ്ടുപിടിക്കുന്നതിലേക്ക് എത്തിയിട്ടില്ല. കാരണം നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലപ്പം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പഠിത്തത്തിനായിരിക്കാം, അവരുടെ ബാക്കിയുള്ള സ്കില്ലിനായിരിക്കില്ല. അന്ന് എനിക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞ കുട്ടികൾ ഇന്ന് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അവര് സന്തോഷം കണ്ടെത്തുമ്പം ശരിക്കും അവരുടെ കോൺഫിഡൻസ് ഒക്കെ കൂടുതലല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നിസ്സാരെന്ന് തോന്നുന്ന കാര്യങ്ങള് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ അവസരങ്ങൾ കൊടുക്കുക. അതായത് അവരുടെ പോരായ്മകളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനും സന്തോഷം കണ്ടെത്താനൊക്കെ ഉള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക.